ഇനി മുതൽ എല്ലാ ദിവസവും വ്ളോഗ് ഇടണമെന്നാട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത്. നടക്കുമെന്ന് നമുക്ക് നോക്കാം. പതിവ് പോലെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, 10:30 ആയിട്ടുണ്ട് ഏകദേശം ക്ലാസ് കഴിയാൻ. അത് കഴിഞ്ഞ് കോട്ട് ഇട്ടിട്ടാട്ടോ വീട്ടിലേക്ക് പോകുന്നത്. കാരണം നല്ല തണുപ്പാണ്. അപ്പോൾ സൈലത്തിൻ്റെ തന്നെ ജാക്കറ്റ് ഇട്ടു, പുറത്തിറങ്ങി വണ്ടി എടുത്തു കേട്ടോ. വണ്ടി എടുത്ത് നേരെ പോവാണ്. ഇത് കോഴിക്കോടാണ്. ഏത് സമയത്തും ട്രാഫിക് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അതിന് മാത്രം കേരളത്തിൽ ആളുകൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. ഇന്ന് വീട്ടിലാരും ഇല്ല കേട്ടോ. വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ട് തന്നെ വലിയ വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി ഒന്നും കഴിക്കണ്ടെന്ന് കരുതി പോകുന്ന വൈക്കാണ് ബൺബോയ് എന്ന് പറഞ്ഞ കട കണ്ടത്. അപ്പോൾ അവിടെ കയറി ഒരു ബന്നും ചായയും കുടിച്ചു കേട്ടോ. ഇന്ന് രാത്രിയൊക്കെ അത് മതിയെന്ന് കരുതി. അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിനു മുമ്പേ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ടേസ്റ്റ് കൊണ്ടാണ് വീണ്ടും ഒന്ന് കയറാൻ വിചാരിച്ചത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിൻ്റെ തിരക്ക് കണ്ടത്. അവിടെയും പാതിരാത്രിക്കും നല്ല ആൾക്കാരും വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ റോഡ് സൈഡിൽ കുറച്ച് മരങ്ങൾ വീണ് കിടക്കുന്നത് കണ്ടു. ഞാൻ വെച്ചാൽ റോഡിൻ്റെ സൈഡിൽ നിന്ന് വീണ് കിടന്നതാണ് വിചാരിച്ചു. നോക്കുമ്പോൾ അവിടെ റോഡ് സൈഡിൽ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇതുപോലെ പല യാത്രകളിലും നമ്മൾ കാണാറുണ്ട്. പറ്റുകയാണെങ്കിൽ നമ്മളൊന്ന് എടുത്ത് മാറ്റാം കേട്ടോ. കാരണം അത് പിന്നീട് വരുന്ന വണ്ടികൾക്കൊക്കെ ഭയങ്കര ഉപകാരമായിരിക്കും. നമുക്ക് 5 മിനിറ്റ് തികച്ച് വേണ്ട ഇത് മുഴുവൻ മാറ്റാം. ഞാൻ പെട്ടെന്ന് അത് ചെയ്ത് മാറ്റി വെച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഭയങ്കര സംഭവം വിചാരിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും വലിയ എഫക്റ്റ് ഉണ്ടാക്കും കേട്ടോ. ഇതാണ് എൻ്റെ നാടെന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ കടയിൽ കയറാൻ പോവാണ് കേട്ടോ. ഈ കടക്ക് വലിയൊരു കഥയുണ്ട്, ഒരു ഇമോഷണൽ കഥയുണ്ട്. അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ ഉപ്പയുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഈ കട എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോറ് തുറന്നു തരാൻ ഇന്ന് ആരും ഇല്ലായിരുന്നു കേട്ടോ. നോക്കുമ്പോഴാണ് മോളുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കണ്ടത്. ഞങ്ങളെ വണ്ടി അവിടെ ഉണ്ട്. സോ എന്തായാലും ഇന്നത്തെ അടിപൊളിയായിരുന്നു. പിന്നെ കാണാം. ബൈ.